പാലക്കാട് ബി.ജെ.പി. CPM ഡീൽ എന്ന ആരോപണം ഉയർത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. വേറെ 1-2 സീറ്റുകളിലും ധാരണയുണ്ടെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. പാലക്കാട് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താതെ ഹോട്ടൽ ഉടമ NMR റസാഖിനെ CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് ഡീൽ ആരോപണം ഉയരുന്നത്. കോൺഗ്രസിനെ തോൽപ്പിച്ച് ശോഭാ സുരേന്ദ്രനെ സഭയിൽ എത്തിക്കാനുള്ള ഡീലാണോ ഇത് എന്നുള്ള തരത്തിലാണ് ആരോപണങ്ങൾ ഉയരുന്നത്. അതോ ഡീൽ നടത്തുന്നത് പ്രതിപക്ഷ നേതാവാണ് എന്ന് ഇടതുപക്ഷത്തിന്റെ ആരോപണവുമുണ്ട്. അതാണോ ശരിയെന്നുള്ളതും ഒരു ചോദ്യമാണ്. പാലക്കാട് മുന്നണികൾ തമ്മിൽ ഡീൽ ഉണ്ടെന്ന ആരോപണം ശരിയോ എന്നുള്ളത് നമ്മൾ പാലക്കാടുകാരോട് ചോദിക്കുകയാണ്. സച്ചിൻ കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ പാലക്കാട് CPM BJP ഡീൽ എന്ന പ്രസ്താവന വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടോ എന്ന് നമുക്ക് പാലക്കാട്ടുകാരോട് തന്നെ ചോദിക്കാം. ശോഭാ പറഞ്ഞുള്ള ആ ഒരു വ്യക്തിയെ പാലക്കാട് ഏറ്റെടുത്തിട്ടുള്ള മുമ്പ് ഇതേമാതിരി തന്നെയായിരുന്നു. പക്ഷേ വളരെ ചെറിയ മാർജിനിൽ അവർ രണ്ടുപേരും ഒത്തിട്ട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി ഒത്തുകൊണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ശോഭ തൊട്ട്, അല്ലെങ്കിൽ ശോഭയുടെ മണ്ണത്. കാരണം അവരിനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കതിൽ യാതൊരു ഡീലും ഇല്ല. ഞങ്ങൾ 100% ഞങ്ങൾ ജയിച്ചു, ഇപ്പം ജയിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ എത്ര ഭൂരിപക്ഷം കൂട്ടുന്നു മാത്രം നിങ്ങൾ BJP-ക്ക് ഇന്നിപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയും പാലക്കാട് ഇത്രത്തോളം സ്വാധീനമുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് ഇവിടെ നമുക്കൊരു ഡീലിൻ്റെ ആവശ്യമില്ല. മലമ്പുഴയിൽ ഒരു ഡീല് വെച്ച് പാലക്കാട് ഒരു ഡീല് വെക്കുന്ന ഒരു സ്ഥിതിയാണ് UDF-ഉം BJP-യും തമ്മിലുള്ളത്. CPM എന്നും LDF ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. പാലക്കാടുകാർക്ക് സുപരിചിതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടാണ് ഇവിടെ മത്സരിപ്പിക്കുന്നത്. ഇല്ല, ഒരിക്കലും അങ്ങനെ സാധ്യതയില്ല. അത് അവരുടെ ഒരു ഇതിനു വേണ്ടി പറഞ്ഞതാണ്, രാഷ്ട്രീയം പറഞ്ഞതാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു ഡീലില്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ദിനം പുതിയ നുണകൾ എന്ത് പറയാന്നുള്ളതിന് ഗ്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഡീലൊന്നുമില്ല. അതൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരോപിക്കാന്നല്ലാതെ അങ്ങനെ ഒരു ഡീലൊന്നുമില്ല. അവരുടെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകണം. അത് എല്ലാ പ്രാവശ്യവും അവർ അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ കോൺഗ്രസ്സുകാർ വോട്ട് ചോദിക്കുന്നത്. ഈ മതന്യൂനപക്ഷത്തിനെ അവരുടെ വോട്ടാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് BJP CPM ഡീലെന്ന് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം വളരെ വ്യക്തമായിട്ട് റസാഖ് അണ്ണൻ ജയിക്കുന്നുള്ള ഒരു ബോധം കോൺഗ്രസിൻ്റെ അടുത്തും BJP-ൻ്റെ അടുത്തും വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. 2 ധ്രുവങ്ങളാണ്, CPM-ഉം അതുപോലെ തന്നെ BJP-യും. പിന്നെ വേറൊരു പോളിസി, നമ്മുടെ പോളിസി വന്നിട്ട് വേറെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരിക്കലും അതാവില്ല. അത് ആ ഭയപ്പാട് തോൽക്കും എന്നുള്ള ഭയപ്പാടിൽ രാഷ്ട്രീയക്കാരെ ഈ എല്ലാ വിഭാഗം ആൾക്കാരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPIM-ഉം BJP-യും തമ്മിൽ യാതൊരുവിധ ഡീലും പാലക്കാട് ഇല്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം ജനങ്ങളും മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം. ശരി, അത്തരത്തിലാണ് ജനങ്ങളുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്.